കോമൺ റൂട്ട്സ് ഉണ്ടെങ്കിൽ, ഒറ്റ കോമൺ റൂട്ടല്ല, ഒരു കോമൺ റൂട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ A1 B1 A2 B2 പിന്നെന്താ B1 C1, അതേപോലെ B1 ഇടുക C1 ഇടുക, പിന്നെ B2 C2 ആ രീതിയിൽ. എന്നിട്ടോ ഇസിക്വൽ ടു നമുക്ക് പറയാൻ പറ്റും C1 A1, ഇങ്ങനെ C1 ആദ്യം പിന്നെ A1 പിന്നെ ഇപ്പുറത്ത് C2 അടിയിൽ പിന്നെ A2 അതിൻ്റെ ഹോൾ സ്ക്വയർ. ഇതെല്ലാം ഡിറ്റർമിനൻ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ എന്താണ് ഹാവ് ബോത്ത് റൂട്ട്സ് കോമൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ എന്താ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കും. ഈ പറഞ്ഞ രണ്ട് ഇവർക്ക് ഇപ്പോൾ ആൽഫ ഉണ്ട്, ഇയാൾക്ക് ബീറ്റ ഉണ്ട് വിചാരിച്ചോ, രണ്ട് സൊല്യൂഷൻ. ഇയാൾക്കും ആൽഫയാണ് ബീറ്റയാണ് സൊല്യൂഷൻ എങ്കിൽ അവരുടെ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ നോക്കിക്കോ, ഇവിടെ എന്താ പറയുന്നത് S13 5S. ഇതെന്താ നോർമലായിട്ട് നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, Sn+2 മൈനസ് 7Sn+1 പ്ലസ് 5Sn ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് S13 ഒക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ n എന്ത് കൊടുക്കേണ്ടി വരും, പ്രോബ്ലി 9 അല്ല, എന്താ കൊടുക്കുക, ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 3 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവാൻ, Sn+3 മുതലായിരിക്കും, മൈനസ് 7Sn+2 പ്ലസ് 5Sn+1 മൈനസ് 6, റൈറ്റ്, Sn. ഓക്കെ. എന്നിട്ട് നമുക്ക് 10 കൊടുക്കാം. Sന് 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താണ് S13 മൈനസ് 7 S12 പ്ലസ് 5 S11. വളരെ സിമ്പിൾ. ജസ്റ്റ് ഒന്ന് SN ലെവലിൽ നിന്ന് നോർമലായിട്ട് ഇവർ പറയുന്ന ഈ സാധനങ്ങൾ ഒരുമിച്ചാക്കിയാൽ മതി. വെറുതെ ഇതിന് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതും വളരെ സിമ്പിൾ അതേപോലത്തെ പരിപാടി തന്നെയാണ്. ABC ആർ റിയൽസ്. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് നെഗറ്റീവ്, ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും C/A എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് ആണെങ്കിൽ എന്തായാലും ഉറപ്പിച്ചോളി നമ്മളെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കും. ഓക്കെ. പിന്നെ A1 Bയും Cയും ഇൻറ്റീജർ ആണ്, പിന്നെ D പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റൂട്ട്സ് എന്തായിരിക്കും, അടിപൊളി ഇൻറ്റീജേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ആൽഫ ബീറ്റ ഗാമ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ആണെങ്കിൽ ഡെൽറ്റ. ഓക്കെ, 4 ഉണ്ട്. ദെൻ ദി വാല്യൂ ഓഫ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് ഗാമ ക്യൂബിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. ഇതെങ്ങനെ പരിപാടി ചെയ്യും, നമുക്ക് ആൽഫ ഈ പറഞ്ഞ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ്, ഒബ്വിയസ്ലി സാറ്റിസ്ഫൈഡ്. സോ ആൽഫ റേസ് ടു 4 മൈനസ് 3 ആൽഫ പ്ലസ് 1. ഞാൻ എങ്ങനെയെങ്കിലും ആൽഫ ക്യൂബിയുടെ വാല്യൂ കണ്ടെത്താൻ പോവാണ്. ഇസിക്വൽ ടു, അപ്പോൾ ഞാനിതിന് ഇങ്ങോട്ടൊന്ന് എഴുതും. ഇസിക്വൽ ടു നമുക്ക് പറയാൻ പറ്റും 3 ആൽഫ മൈനസ് 1. ഒരു കംപ്ലീറ്റ് ഇക്വേഷൻ ആൽഫനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൽഫ ക്യൂബ് കിട്ടും. കാരണം എനിക്ക് ആൽഫ ക്യൂബിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ 3 മൈനസ് 1 ബൈ ആൽഫ എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ആൽഫ ക്യൂബിൻ്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും. സിമിലർലി ബീറ്റ ക്യൂബിൻ്റെ വാല്യൂം ബീറ്റ ക്യൂബ് ഇസിക്വൽ ടു 3 മൈനസ് 1 ബൈ ബീറ്റ ആ രീതിയിൽ വരും. അപ്പോൾ എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര 3കൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും 4 3കൾ ഉണ്ടാവും. അങ്ങനെ 12കൾ വരും. പിന്നെ മൈനസ് 1 ബൈ ആൽഫ 1 ബൈ ബീറ്റ, മൈനസ് കോമൺ ഉണ്ടാവും. 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ, അങ്ങനെ പോകും. അപ്പോൾ എല്ലാത്തിനും LCM ഒറ്റയടിക്ക് ഞാൻ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ പ്ലസ് പിന്നെന്താ ബാക്കിയുള്ളത്, ഇത് നമ്മൾ ഒരുമിച്ചെടുക്കുന്ന സമയത്ത് 3ൻ്റെ സംസ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ ആൽഫ ബീറ്റ ഗാമ 3ൻ്റെ സംസ്. അപ്പോൾ അതിന് നമ്മളെന്താ പറയാൻ, S3 എന്നാണ് പറയാൻ. S3 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും മൈനസ് A3 ഡിവൈഡ് ബൈ A0. അപ്പോൾ ഇവിടെ മൈനസ് A3 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 3. സോ 3/1. ഓക്കെ. ഇപ്പോൾ നമുക്ക് കിട്ടും 9 ആണ്. ഓക്കെ. അല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഓരോന്നിങ്ങനെ പേരായിട്ട് എഴുതുന്നതിനേക്കാളും നല്ല നമുക്ക് ഒബ്വിയസ്ലി കാണാൻ സാധിക്കുന്നത് ദിസ് ഈസ് S3 എന്ന് പറയുന്ന സംഭവമാണ് അല്ലേ. ഇനി ഇമാജിനറി റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൾവേസ് ഒക്കൂർ ഇൻ കോൺജുഗേറ്റ് പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ അല്ല. എപ്പോഴാണ് ഒക്കൂർ ചെയ്യുന്നത്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും ഒക്കൂർ ആണെങ്കിൽ എയും ബിയും സിയും ഒക്കെ എന്താണോ അത് റിയൽ നമ്പേഴ്സ് ആവണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ റൂട്ട്സ്, ഓക്കെ, ഇതിൻ്റെ റൂട്ട് ഒരു ആൽഫ എന്ന് വിചാരിച്ചോ, ഇതിൻ്റെ റൂട്ടും ഒരു കോമൺ ആൽഫ എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവർ രണ്ടാളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ആൽഫ ആയിരിക്കും ആ ഒരു ഫംഗ്ഷൻ, ഈ കംപ്ലീറ്റ് ഫംഗ്ഷൻ്റെ. ഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ബട്ട് ഡി ഗ്രേറ്റർ ദാൻ 0 ദെൻ ദ റൂട്ട്സ് ആർ ഇറാഷണൽ. അത് ട്രൂ ആണോ ഫോൾസ് ആണോ, ഇല്ല, ഇവിടെ നമുക്ക് ഇറാഷണൽ പറയാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ ABC അത് റാഷണൽ ആണെങ്കിൽ മാത്രമേ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ടേം കൊടുത്തിട്ടില്ല, ABC റാഷണൽ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇറാഷണൽ പറയാൻ കഴിയില്ല. ABC ബിലോങ്സ് ടു R, D less than 0, imaginary and occurring conjugate pairs. This is a true statement. An odd degree polynomial over real ഓക്കെ, odd degree polynomial എന്താ ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ 3 ഡിഗ്രി ആണെങ്കിൽ 3 റൂട്ട്സ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇപ്പോൾ അയാൾക്ക് ഇമാജിനറി റൂട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇമാജിനറി റൂട്ട്സ് 2 പെയറായിട്ടുണ്ടാവും. പിന്നെ ആ ഒരു റിയൽ റൂട്ട് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഒരു റിയൽ റൂട്ട് എന്തായാലും ഉണ്ടാവുന്ന കാര്യം പറയാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കിൽ തന്ന ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ അല്ല ഇതിന് നമുക്ക് ഫാക്ടറൈസിങ് ഫോർമുല എഴുതാൻ പറ്റും. ഫാക്ടറൈസിങ് ഫോർമുല എങ്ങനെയാണ്, 4 × x മൈനസ് ആൽഫ x മൈനസ് ബീറ്റ ആൽഫ ഒക്കെ എന്താ റൂട്ട്സ് ആണ്. ആ രീതിയിൽ എഴുതിയിട്ട് എന്താ എക്സിന് എന്ത് കൊടുക്കുക, 2 ആയോട്ടയും കൊടുക്കുക, -2 ആയോട്ടയും കൊടുക്കുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ.
ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ ആദ്യം നമ്മളെ ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ സോ എസ് എൻ പ്ലസ് 2 മൈനസ് ടി സ്ക്വയർ മൈനസ് 5t പ്ലസ് 6 എസ് എൻ പ്ലസ് 1 പ്ലസ് എസ് എൻ ദാറ്റ് ഈസ് ഇക്വൽ 0. എന്നിന് ഇവിടെ എ 2023 എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 2023 മാക്സിമം ദാറ്റ് മീൻസ് ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും 2023 കൊടുക്കുക എന്തിന് എന്നിൻ്റെ വാല്യൂ. അന്നേരം നമുക്ക് എസ് 2025 മൈനസ് ടി സ്ക്വയർ മൈനസ് 5t പ്ലസ് 6 എസ് 2024 പ്ലസ് എസ് 2023 അവിടെ നിന്ന് നമുക്ക് കിട്ടും എന്താണ് കിട്ടാൻ എസ് 2023 പ്ലസ് എസ് 2025 ഹോൾ ഡിവൈഡഡ് ബൈ എസ് 2024 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 5t പ്ലസ് 6 ആണ് എന്നുള്ള കാര്യം അല്ലേ? കറക്റ്റാണ്. അങ്ങനെ ഇതിൻ്റെ വാല്യൂ ഇതിന് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ മിനിമം വാല്യൂ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യാൻ എങ്ങനെയാണ് ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്നിട്ട് ടിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ആ ടിയുടെ വാല്യൂ ഈ പറഞ്ഞ ഫംഗ്ഷനിൽ കൊടുക്കുക ഉത്തരം കിട്ടും. വളരെ സിമ്പിളാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ സോൾവ് ചെയ്ത് ഇതിൻ്റെ റൂട്ട്സ് എങ്ങനെയാണ് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒബ്സർവേഷൻ ആണ് ഇത് പ്ലസ് ഇത് ഒന്ന് ചെയ്ത് നോക്കിയാൽ 3 - x ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ 5 - 2x സ്വാഭാവികമായിട്ടും കിട്ടുന്നുണ്ട്. 5 - 2x ദാറ്റ് മീൻസ് ഞാൻ ഇയാൾ എ എന്ന് വിളിക്കും ഇയാൾ ബി എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് ദിസ് ഗൈ ഈസ് എ പ്ലസ് ബി റൈറ്റ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 ഓക്കെ അങ്ങനെ പറയാം. ഇനി എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 എങ്ങനെയാണ് എ റേസ് ടു 4 പ്ലസ് ഇതിൻ്റെ മറ്റേ എന്താ പറയുക 4a³ ബി പ്ലസ് 6a² ബി സ്ക്വയർ പ്ലസ് 4ab³ പ്ലസ് ബി റേസ് ടു 4. ഒന്നെങ്കിൽ ഇത് എന്താ ബൈനോമിയൽ തിയറി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് ഒരു പിരമിഡ് ഇല്ല പാസ്കൽ പിരമിഡ് അത് വെച്ചിട്ട് ചെയ്യാം. 4 6 ആ കോഎഫിഷ്യൻസ് എന്ന കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ ബൈനോമിയൽ തിയറി അപ്ലൈ ചെയ്യാം. ബൈനോമിയൽ തിയറം കുറച്ചായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എ റേസ് ടു 4 എ റേസ് ടു 4 ബി റേസ് ടു 4 ബി റേസ് ടു 4 കട്ടായി. പിന്നെ ഉള്ളത് ഒരു 4a³ ഈ പറഞ്ഞ ടേമാണ് ബാക്കിയുള്ളത് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഈ കംപ്ലീറ്റ് ടേം എന്ന് എന്താ കോമൺ ആയിട്ടുള്ളത് ഒരു എ ബി കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എ ബിനെ അങ്ങോട്ട് കോമൺ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും എ സ്ക്വയർ വേറൊന്നും വേണ്ട എ സ്ക്വയർ ഒരു 4 ആണല്ലേ. അപ്പോൾ 4a² പ്ലസ് ഇവിടെ എന്താണെന്നേ 6 ഒരു എയുടെ ആവശ്യമുണ്ട് ബിയുടെ ആവശ്യമുണ്ട് ബിയുടെയും ആവശ്യമുണ്ട് പ്ലസ് ഒരു 4ൻ്റെ ആവശ്യമുണ്ട് ബി സ്ക്വയറിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ട്. ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ 0 ആയത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്താ ഇത് കട്ട് ചെയ്തപ്പോൾ അത് 0 ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇപ്പോൾ ഈ ചങ്ങനെ കട്ട് ചെയ്തല്ലോ അപ്പോൾ ഇത് 0 അല്ല ആവാൻ. ഓക്കെ അതുകൊണ്ട് ദാറ്റ് ഈക്വൽ 0 ദാറ്റ് മീൻസ് നമുക്കൊരു ഇത് കിട്ടി എ ഐദർ 0 അല്ലെങ്കിൽ ബി ഐദർ 0. എ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ദാറ്റ് ഈസ് 3 - x 0 ദാറ്റ് മീൻസ് x ഈസ് ഈക്വൽ ടു 3 ആൻഡ് ഇവിടുന്ന് x ഈസ് ഈക്വൽ ടു 2. ഓക്കെ ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി 0 ആവണം. അപ്പോൾ ആ ചങ്ങായി 0 ആണെന്ന് ഈ ചങ്ങായി ഞാൻ ഇവിടെ എടുത്ത് എഴുതി ഒന്ന് ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ ഈ ചങ്ങായി 0 ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും ഇതിൽ സോൾവ് ചെയ്യണം അല്ലേ. സോൾവ് ചെയ്യണമെങ്കിൽ ഒരു എ സ്ക്വയറിനോട് അല്ലെങ്കിൽ ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ബി സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കേസ് എടുക്കണം ബി 0 ആവാൻ പാടില്ല എന്നുള്ള കേസ്. അല്ലാണ്ട് ബി 0 ആവുന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ ബിക്കോസ് ഡിവിഷൻ ബൈ 0 ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ ഈ പറഞ്ഞ എ ബൈ ബി എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റൻറ്റ് കിട്ടി. അപ്പോൾ എ ബൈ ബിനെ ഞാൻ ടി എന്ന് വിളിക്കുകയാണ്. ദാറ്റ് മീൻസ് 2t² പ്ലസ് 3t പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് ഫെർദർ നമുക്ക് മനസ്സിലാവും 9 - 4 × 2 × 2 ഓക്കെ ഡി ലെസ് ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് ടിയുടെ വാല്യൂസ് ഇമാജിനറി ആണ്. ടി ഞാൻ ആരെയും വിളിച്ചാൽ എ ബൈ ബിനെ ഞാൻ ടി എന്ന് വിളിച്ചാൽ സ്വാഭാവികമായിട്ടും എ ബൈ ബിയുടെ വാല്യൂസ് ഇമാജിനറി ആണ്. ഇനി എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ആരായിരിക്കും എ ബൈ ബി എന്ന് പറഞ്ഞാൽ 3 - x / 2 - x ആയിരിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും എക്സിൻ്റെ വാല്യൂസും ഇമാജിനറി ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്താണ് ഇവിടെ ഇമാജിനറി ആയിട്ടാണ് വരുന്നതെന്ന് കാര്യം മനസ്സിലായി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 0 അതേപോലെ ബി ഈസ് ഈക്വൽ ടു 0 നോക്കിക്കോ. ഇവിടുന്ന് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ബി അഥവാ 0 ആണെങ്കിൽ ഈ കംപ്ലീറ്റ് ടേം 0 ആണെങ്കിൽ എയും 0 ആവേണ്ടി വരും അല്ലേ. എ 0 ആവണമെങ്കിൽ കറക്റ്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ബി ഇസ് നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൽ എയും ബിയും കുറേ ടേംസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബി 0 അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ മേ ബി എയും തമ്മിൽ ഇവിടെ എയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർ അങ്ങനെയല്ലോ ആഡ് ചെയ്തിട്ട് 0 ആവണം. പിന്നെ അഥവാ ബി 0 ആണെങ്കിൽ എയും ബിയും ഒരുമിച്ച് 0 ആവണം. അല്ലാണ്ട് ഒരു വകുപ്പുമില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഒബ്വിയസ്ലി
എന്താണ് എയും ബിയും 0 ആവുന്നു പറ്റുമോ? എയും ബിയും എന്ന് ആരെ വിളിച്ച് ഇവനെ വിളിച്ചത് ഇവനും. അപ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് 0 ആവുന്നു അന്നൊരു ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് അതൊരു നോട്ട് പോസിബിൾ കേസാണ്. പിന്നെ ആകെയുള്ള കേസ് ഇപ്പം നമ്മൾ പറഞ്ഞ കേസ്. ഈ പറഞ്ഞ കേസ് നമുക്ക് മനസ്സിലായി എന്താണ് എക്സിന് ഇമാജിനറി റൂട്ട്സ് വരുന്നുണ്ട്. 2 ഇമാജിനറി, കാരണം ടോട്ടൽ 4 റൂട്ട്സ് ഉണ്ടാവും ബിക്കോസ് റേസ് ടു 4. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2 റൂട്ട്സ് കിട്ടി, നോർമലായിട്ടുള്ള റൂട്ട്സ്, റിയൽ റൂട്ട്സ്. പിന്നെ ഇവിടുന്ന് ഇമാജിനറി റൂട്ട്സ് ടീക്ക് കിട്ടി. ടീക്ക് എന്ന് പറഞ്ഞാൽ എ ബൈ ബിക്ക്, എ ബൈ ബി എന്ന് പറഞ്ഞാൽ 3 - x ഡിവൈഡ് ബൈ 2 - x. അങ്ങനെ അതൊരു എക്സിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് അവിടെ നമുക്ക് 2 ഇമാജിനറി റൂട്ട്സാണ് കിട്ടാൻ. സോ നമുക്ക് 2 റിയൽ ആൻഡ് 2 ഇമാജിനറി എന്ന രീതിയിൽ പറയാം. നമുക്കൊരു കാര്യം tan 15 എങ്ങനെ എഴുതാൻ പറ്റും? tan 15 ഞാൻ tan 90 മൈനസ് tan 15 അങ്ങനെ തന്നെ എഴുതാം. ഇനി പ്രത്യേകിച്ചൊന്നും എഴുതണ്ട. ആക്ച്വലി ഒരു കാര്യം ചെയ്യാം, tan 75 മാറ്റി എഴുതാം. tan 75 ഞാൻ എങ്ങനെ എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് tan 90 മൈനസ് 15 എഴുതും. ദാറ്റ് മീൻസ് cot 15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/tan 15 വരും. ആൻഡ് സിമിലർലി tan 16 ഞാൻ എങ്ങനെ എഴുതും? tan 16 ഞാൻ എഴുതും tan 90 - 60, 90 - 30, and that is equal to cot 30, and that is equal to 1/tan 30. ഓക്കെ, അപ്പോൾ 1/tan 30 എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ശരി, ഞാൻ ഇവിടുന്ന് എഫ് ഓഫ് 1/x എടുക്കുക. കാരണം എന്തുകൊണ്ട് ഞാൻ 1/x എടുക്കുന്നത് വെച്ചാൽ ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് എന്താ പറയുക, ഈ പറഞ്ഞ ഫംഗ്ഷൻസിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് 1/1 എന്ന രീതിയിൽ അതേ സ്ഥാനത്താണ്. ഇപ്പോൾ 60 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1 ടൈംസ് ആയിരിക്കും ഇതുണ്ടാവും, ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് 1/x കണ്ടെത്തി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് 1/x ഇവിടുന്ന് കണ്ടെത്തി നോക്കാം. ഇവിടെ എക്സിൻ്റെ ഒരു 1/x കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 15x പ്ലസ് 1x പ്ലസ് 16x² ഡിവൈഡ് ബൈ 1 പ്ലസ് x² മൈനസ് 17x³ ഡിവൈഡ് ബൈ 1 പ്ലസ് x³ എന്ന് കിട്ടും. ഓക്കെ, അതും എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഓഫ് 1/x ഒന്ന് ഒരുമിച്ച് ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 15 കോമൺ ഒരു x+1 വരും. അപ്പോൾ x+1 മുകളിലത്തെ സ്ഥാനത്തേക്ക് കട്ടാവും. സോ 15 വരും. അങ്ങനെ ഇതിൽ നിന്ന് ഒരു എക്സ്ട്രാ 1 വരും. അത് രണ്ട് ക്യാൻസൽ ആവും. 16 - 7 വരും. അപ്പോൾ ലാസ്റ്റ് കിട്ടാൻ എത്രയാണ്? 31 - 7 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 31 - 7 അല്ല, ഇത് -1 അല്ല, അപ്പോൾ 14 കിട്ടുക. സോറി, 14 കിട്ടുക. ഓക്കെ, അപ്പോൾ 14 കിട്ടി. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടിയെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x ദാറ്റ് ഈസ് ഈക്വൽ ടു 14. എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഈസ് എഫ് ഓഫ്, ഇപ്പോൾ ഞാനിതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു വിചാരിച്ചോ. അല്ല പോട്ടെ, കോട്ട് ഒരു മിനിറ്റ് കാര്യം, tan 15 ഞാനങ്ങനെ എഴുതാം. എഫ് ഓഫ് tan 15 പ്ലസ് tan 75. എഫ് ഓഫ് tan 75 ഞാൻ അങ്ങനെ എഴുതിയത് എവിടെ പോയി? tan 75 1/tan 15 എന്നാണ് എഴുതിയത്. പ്ലസ് എഫ് ഓഫ് tan 60 tan 16 ഞാൻ എങ്ങനെ എഴുതിയത്? ഞാൻ tan 16 അതാ 1/tan 30 എന്നാണ് എഴുതിയത്. ആൻഡ് ഓൾറെഡി എഫ് ഓഫ് tan 30 കൂടി ഉണ്ട്. സോ എഫ് ഓഫ് tan 30 ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു എഫ് ഓഫ് tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, എല്ലാവർക്കും അറിയുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര വരാൻ? 14 വരാൻ. കാരണം എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ദാറ്റ് മീൻസ് ദിസ് ഗൈസ് 14. ഇവരെല്ലാം കൂടി 14 28 ആയി. 28 പ്ലസ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എഫ് ഓഫ് 1 വളരെ സിമ്പിളായിട്ട് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് 15/2 പ്ലസ് 16/2 മൈനസ് 17/2. അതേപോലെ അത് 7 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് 35 കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ് നോക്കി നോക്ക്. ഇവിടെ എന്താണ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ സെയിം ആണ്. ഓക്കെ, ശരി, കോഎഫിഷ്യൻസ് ഒക്കെ സെയിം ആണ്. പിന്നെ എന്തോ α² β² പ്ലസ് 4 എന്തൊക്കെയുണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ എന്താ എന്തോ എഫ് ഓഫ് 2x² പ്ലസ് എഫ് ഓഫ് 3x പ്ലസ് എഫ് ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ഇതായിട്ട് ഇക്വേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇക്വേഷൻ്റെ മുകളിൽ നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള 3 റൂട്ട്സ് കൊടുത്ത പോലെയല്ലേ ഇത്? നോക്കി നോക്കുക, ആ 3 ഭാഗത്തും ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മുകളിൽ റൂട്ട്സിൻ്റെ വാല്യൂ സാറ്റിസ്ഫൈഡ് ആകുന്നതുകൊണ്ട് റൂട്ട്സിൻ്റെ വാല്യൂ കൊടുത്ത പോലെതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഇനി ആൽഫ ബീറ്റ ഗാമ എന്നിട്ടുള്ള 3 റൂട്ട്സ് ഉണ്ട്. ഇതൊരു 2 ഡിഗ്രി ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് തന്നെ 3 റൂട്ട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് ക്വാഡ്രാറ്റിക് ഈസ് ആക്ച്വലി വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് ആൻ ഐഡൻറ്റിറ്റി. സോ ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് ഞാൻ ഇതിൽ ലെഫ്റ്റിലും കൊണ്ട് ഏത് എക്സിനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് സാധനം ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ ഈ x² സാധനങ്ങൾ എഫ് ഓഫ് 2 - 4
അത് വരും. അപ്പോൾ നമുക്കൊരു കാര്യം ഐഡൻറ്റിറ്റി ആകുമ്പോൾ നമുക്കറിയാം കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 4 ബിക്കോസ് എഫ് ഓഫ് 2 മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 4 ആൻഡ് എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു 8. നമ്മളോട് കണ്ടെത്താൻ എഫ് ഓഫ് 7 ആണ്. ഇത്രയും ഇൻഫോർമേഷൻസ് നിന്ന് നമുക്കിത് കണ്ടെത്താൻ പറ്റണം. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറയും എഫ് ഓഫ് എക്സ് മൈനസ് 4, ഇത് എഫ് ഓഫ് 2 മൈനസ് 4 ഇസ് ഈക്വൽ 0 എന്നല്ല. സോ എഫ് ഓഫ് എക്സ് മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൽ 0. ഈ പറഞ്ഞത് ഒരു ക്വാഡ്രാറ്റിക് ആണ്, അപ്പോൾ ഞാൻ ജി ഓഫ് എക്സ് എന്ന് വിളിക്കും. ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക്കിനെ ഞാൻ ജി ഓഫ് എക്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക്കിൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിൻ്റെ വാല്യൂ 2 ഇടുമ്പോഴാണ്. ദാറ്റ് മീൻസ് ഈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക്കിനെ 2 അല്ലെങ്കിൽ 3 ഇട്ട് കഴിഞ്ഞാലും ഇവിടെ 4 ആവും. അല്ല, എഫ് ഓഫ് 3 4, എഫ് ഓഫ് 2 4. സോ ദാറ്റ് മീൻസ് ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 2 ഉം 3 ആണെന്നുള്ള കാര്യം മനസ്സിലായി. സോ ജി ഓഫ് എക്സിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 2 ഉം 3 ഉം ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് ഞാൻ എങ്ങനെ എഴുതും? ജി ഓഫ് എക്സിന് ഞാനൊരു ക്യാപിറ്റൽ എ ഇൻറ്റു, അതൊരു ക്വാഡ്രാറ്റിക് ആണല്ലോ, അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന രീതിയിൽ എഴുതാം. പക്ഷെ നമ്മുടെ കയ്യിൽ ശരിക്കും ജി ഓഫ് എക്സ് അല്ല വേണ്ടത്. നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത്? എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്, റൈറ്റ്? കാരണം ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുമല്ലോ എന്താ, അത് നമ്മൾ ഉണ്ടാക്കിയൊരു ഫംഗ്ഷനാണ്. ഈ പറഞ്ഞ സാധനത്തിന് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ ജി ഓഫ് എക്സ് ആയിട്ട് എന്താ ബന്ധം? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് 4 ആണല്ലോ. സോ എഫ് ഓഫ് എക്സ് മൈനസ് 4 ദാറ്റ് ഇസ് ഇക്വൽ ടു ദിസ് തിങ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഇക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് 2. എന്തുകൊണ്ട് എ എന്ന് എഴുതി? നമുക്കറിയൂടെ എന്താ കോഎഫിഷ്യൻ്റ് ആ ക്വാഡ്രാറ്റിക്കിന്, അതുകൊണ്ടാണ് എക്സ് മൈനസ് 3 പ്ലസ് 4 എന്ന് എഴുതാൻ പറ്റും. ഇനി എഫ് ഓഫ് എക്സ് കയ്യിൽ കിട്ടി. ഇനി നമ്മളോട് എന്താ കണ്ടെത്താൻ പറയുന്നത്? എഫ് ഓഫ് 7 ഇട്ട് കൊടുക്കുക. അല്ല, അതിന് മുമ്പേ എഫ് ഓഫ് 4ൻ്റെ വാല്യൂ നമുക്കറിയാം. 4ൻ്റെ വാല്യൂ എത്രയാണ്? ബിക്കോസ് എയുടെ വാല്യൂ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പിന്നെ 4 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 1 പ്ലസ് 4. അതിൻ്റെ വാല്യൂ ഇത്ര വരാൻ 2a പ്ലസ് 4. ഒരു പറഞ്ഞതിന് എഫ് ഓഫ് 8ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് എഫ് ഓഫ് 4ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 8. സോ 2a ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ a ഈസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ കിട്ടി. സോ എയുടെ വാല്യൂ 2 ആണെന്ന് കിട്ടി. ഇനി എഫ് ഓഫ് 7 കിട്ടുകയാണെങ്കിൽ 2 ഇൻറ്റു 5 ബിക്കോസ് 7 മൈനസ് 2 5 പിന്നെ 7 മൈനസ് ദാറ്റ് ഈസ് 4 പ്ലസ് 4, റൈറ്റ്? ആൻഡ് 20 40 44 കറക്റ്റ് ആണോ? അപ്പോൾ ആൻസർ 44 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇടങ്ങാറ് പിടിച്ച ചോദ്യം, നമ്മൾ കുറേ ചെയ്യണം. ഇവിടെ ഇതാ ഇതൊക്കെ തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദിസ് തിങ് എനിവേസ്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ആൽഫ ഇറ്റ്സ് ആക്ച്വലി റൂട്ട്സ്. സോ ഞാൻ അതിനകത്ത് ആൽഫ ഇട്ട് കൊടുക്കാൻ പോകണം. സോ ആൽഫ സ്ക്വയർ പ്ലസ് 3⁴ ആൽഫ പ്ലസ് √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഒബിയസ്ലി എന്താ കിട്ടേണ്ടത്? ആൽഫ റേസ് 12 ഒക്കെ കിട്ടണം. ഞാൻ തൽക്കാലം ആൽഫ സ്ക്വയറിനെ അങ്ങോട്ട് ഒറ്റക്കാക്കാണ്. അന്നേരം എന്താ കിട്ടാൻ? മൈനസ്. എങ്ങനെ വേണേൽ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ. എന്തായാലും ഇതിന് സ്ക്വയർ ചെയ്യണം. പക്ഷേ 3 ടേംസിനെ പിടിച്ച് സ്ക്വയർ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 ടേംസിന് സുഖമായിട്ട് സ്ക്വയർ ചെയ്യുന്നത് നമുക്ക് 3 ടേംസിന് സ്ക്വയർ ചെയ്യുന്നത് അറിയാത്തതല്ല, ഇടങ്ങാറാവും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഞാൻ ആൽഫ സ്ക്വയർ പ്ലസ് √3 കോൺസ്റ്റൻ്റ് ആയിരുന്നല്ല. അപ്പോൾ ഞാനിതിനെ മൈനസ് എന്താവും? 3⁴ ആൽഫ ഇതിനെ സ്ക്വയർ ചെയ്യുക. സോ ആൽഫ റേസ് ടു 4 പ്ലസ് 2 ആൽഫ സ്ക്വയർ √3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു മൈനസ് 3 1/2 ആൽഫ സ്ക്വയർ. ശരി, ആൽഫ റേസ് ടു 4 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 1/2 ആൽഫ സ്ക്വയർ. ഇവിടെ ഒന്നും കൂടി സ്ക്വയർ ചെയ്യാം അല്ലേ? റെഡി. ഈ പറഞ്ഞ സാധനത്തിന് ഞാൻ ഇങ്ങോട്ടാക്കണ്ടേ? സോ ദാറ്റ് ഈസ് 2 ആൽഫ സ്ക്വയർ √3 എന്നുള്ള വരും. ഇതൊന്നും കൂടി സ്ക്വയർ ചെയ്ത് നോക്കാം, കാരണം നമുക്ക് എങ്ങനെയെങ്കിൽ 12ലേക്ക് എത്താം. സോ ഇതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൽഫ 8 പ്ലസ് 2 ആൽഫ റേസ് ടു 4 ഇൻറ്റു 3 അപ്പോൾ 6 ആവും. 6 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യാം a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. എത്ര വരാം? ഈ പ്ലസ് ഓൾറെഡി ശരിയായിനാണ് അല്ലേ? സോറി, ഇത് മൈനസ് തന്നെയാണ്. ഇവിടുന്ന് സ്ക്വയർ ചെയ്തപ്പോൾ അത് മൈനസ് പോയിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഈ മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇറങ്ങാറാവും. ഇനി ഇതിൻ്റെ വാല്യൂ 3 വരും. ഓക്കെ, ഇത് ആൽഫ റേസ് ടു 4 വരും. ഓക്കെ, മൈനസ് ഇതിന് മുമ്പേ ഇവിടെ കോമൺ എടുക്കാനുള്ളതൊന്നും കോമൺ എടുത്താൽ എന്നാലും നമുക്ക് കുറച്ചുകൂടി ഈസിയാവും. സ്ക്വയർ ചെയ്യാൻ ഈസിയാവും. അപ്പം നമുക്ക് ഇവിടെ ആൽഫ സ്ക്വയർ കോമൺ കാണുന്നുണ്ട്. പിന്നെ 3 മൈനസ് 2√3 അല്ലേ? കറക്റ്റാണ്. അപ്പോൾ അതിനെ ഞാൻ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുന്ന് സിമ്പിൾ ആവും. ആൽഫ റേസ് ടു 4
പിന്നെ ഇയാൾ സ്ക്വയർ ചെയ്താൽ ദാറ്റ് ഈസ് 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് 12 പ്ലസ് റൂട്ട് 3യുടെ ഹോൾ സ്ക്വയർ ആണോ അല്ല 2 റൂട്ട് 3ൻ്റെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4 3 12 again. So this gone അപ്പോൾ ആൽഫ റേസ് ടു 4 കിട്ടും. ഇവിടുന്ന് ആൽഫ റേസ് ടു 8 പ്ലസ് 9 ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 2 അല്ല മൈനസ് 5 ആൽഫ റേസ് ടു 4. ഇനി 12ലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ആൽഫ റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ആൽഫ റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ആഡ് ചെയ്യുമ്പോൾ 12 ആവും. സോ ആൽഫ റേസ് ടു 4 അത് 12 ആവും പ്ലസ് 9 ആൽഫ റേസ് ടു 4 ഇസ് ഇക്വൽ ടു 5 ആൽഫ റേസ് ടു 8. അപ്പോൾ ഇവിടെ ആൽഫ റേസ് ടു എന്തായിട്ടുണ്ടായത് 4 ആയിരുന്നു ഉണ്ടായത് അല്ല 8 ആയിരുന്നുണ്ട്. അപ്പോൾ അവിടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -3 ആൽഫ റേസ് ടു 8 ഉണ്ടാവും. പിന്നെ ഇത് പ്ലസ് വരും, പക്ഷെ അത് പ്ലസ് ആയിട്ട് വരും. ഓക്കെ, അപ്പം 3 ആൽഫ റേസ് ടു 8 പ്ലസ് 27 this gone. So we got alpha raised to 12 that is equal to 27 എന്നുള്ള വാല്യൂ. സിമിലർലി നമുക്ക് പറയാൻ പറ്റും ബീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ പരിപാടിയാണ്. അപ്പോൾ ബീറ്റ റേസ് ടു 12 എന്ന് പറഞ്ഞാലും 27 തന്നെയാണ്. ഇനി ആൽഫ റേസ് ടു 96 ആണ് അടുത്താൻ പറയുന്നത്. അപ്പോൾ 12 ഇൻറ്റു 8 എത്ര 12 ഇൻറ്റു 8 16 ഓക്കെ 9. അപ്പോൾ ഞാനിതിനെ 8 ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആൽഫ റേസ് ടു 8 കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൽഫ റേസ് ടു 8 ഇങ്ങോട്ടും അങ്ങോട്ടും. എന്നാൽ ഇത് ആൽഫ റേസ് ടു 96 ആവും സ്വാഭാവികമായിട്ടും ഇക്വൽ ടു 27 ആൽഫ റേസ് ടു 8 ആവും. സോറി, ഞാനിവിടെ ചെയ്ത ഒരു ചെറിയ പരിപാടിയാണ്, മണ്ടത്തരായിപ്പോയി ചെയ്തത്. ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആവുന്നത്, ഞാനിത് റേസ് ടു 8 ആക്കാൻ പോകണം. അപ്പോൾ റേസ് ടു 8 ചെയ്യുമ്പോഴാണ് ഇതുകൊണ്ട് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ആവാൻ. അതുകൊണ്ടാണ് ആൽഫ റേസ് ടു 96ഉം ഇതുകൊണ്ട് 27 റേസ് ടു 96ഉം പറയുന്നത്. ഇനി അതിൻ്റെ വാല്യൂ ഇട്ട് അപ്പോൾ ബീറ്റ റേസ് ടു 96ൻ്റെ വാല്യൂ ഇട്ട് അപ്പോൾ ആൽഫ റേസ് ടു 96 ദാറ്റ് ഈസ് ഇക്വൽ ടു ദിസ് തിങ് 27 റേസ് ടു 96 ഇൻറ്റു ആൽഫ റേസ് ടു 12 മൈനസ് 1 എന്നല്ല പറയുക. അപ്പോൾ 27 മൈനസ് 1 ദാറ്റ് ഈസ് 26. സിമിലർലി എത്ര പറഞ്ഞാൽ ബീറ്റ റേസ് ടു 96 അതെന്ന് പറഞ്ഞാൽ 27 റേസ് ടു 96 തന്നെയാണ് പറയാൻ ഇൻറ്റു 26 തന്നെ. ഇത് 2 തവണ വന്ന് 26, അപ്പോൾ അതെന്തായി 52 ആവും. പിന്നെ 27 റേസ് ടു 96 ഓക്കെ 27 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 ക്യൂബ് റൈറ്റ്. സോ 52 ഇൻറ്റു 3 ക്യൂബ് റേസ് ടു 96 എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ 8 ആണ് വേണ്ടത്. ഞാൻ എന്തുകൊണ്ട് 96 ചെയ്തെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ 8 ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 52 3 റേസ് ടു 24 ഇതാണ് ഉത്തരം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിയൽ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ഓക്കെ ഇവർക്ക് രണ്ടാക്കും കോമൺ റിയൽ റൂട്ട് ഉണ്ട്. ഹാവ് എ കോമൺ റിയൽ റൂട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഉണ്ട്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അവിടെ നെഗറ്റീവ് വാല്യൂ വരില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇൻ ദി ഇക്വേഷൻ x² - 4x ഓക്കെ ഫൈൻ. ഇവർക്ക് ഉണ്ടാക്കുന്ന കോമൺ റൂട്ട് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് രണ്ടാക്കും കോമൺ റൂട്ട് ഉണ്ട് പോലും. എന്നാൽ എന്താ ഇവർക്ക് എയും ബിയുടെ വാല്യൂ കണ്ടെത്താൻ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ഇതിൽ നോക്കിയാൽ ദാറ്റ് ഈസ് 16 b² - 4 × 5 20. അപ്പോൾ ഇത് നെഗറ്റീവ് d <0. ദാറ്റ് മീൻസ് ദിസ് ഗൈ ഹാസ് എ ഇമാജിനറി റൂട്ട്. ഇമാജിനറി റൂട്ടിൽ ഇതൊക്കെ റിയൽ നമ്പേഴ്സും കൂടിയാണ്. അപ്പോൾ ഇമാജിനറി റൂട്ടിൽ ആണെങ്കിൽ ഇയാൾക്ക് എന്താ ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും പെയർസ് ഓഫ് ഇക്വേഷൻ ഉണ്ടാവുക. പെയർസ് ഓഫ് അവരുടെ രണ്ടാളുടെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എന്താണ് കോൺജുഗേറ്റ് പെയർസ് ആയിരിക്കും. ഇമാജിനറി റൂട്ട്സിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൺജുഗേറ്റ് പെയർസ്. അങ്ങനെ അപ്പോൾ ഒരു റൂട്ട് ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ഒരു റൂട്ട് ഈക്വൽ ആയിരിക്കും. ശരി, അപ്പോൾ അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് പെയർ ആയിരിക്കും. 1 - ബീറ്റ അങ്ങനെ അയോട്ടൻ്റെ ആ ഭാഗത്ത് ഒരു നെഗറ്റീവ് വരും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2 റൂട്ട്സും കോമൺ ആയിരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റും. കാരണം ഇയാൾ ഇമാജിനറി ആയിട്ടുള്ള റൂട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 2 റൂട്ട്സും കോമൺ ആവുന്ന കേസ് എന്ന് വെച്ചാൽ ഇവരുടെ കോഎഫിഷ്യൻസ് ദാറ്റ് ഈസ് 1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു -4/a ദാറ്റ് ഈസ് ഈക്വൽ ടു 5/b. അപ്പം b ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതെ, a ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. ഉത്തരങ്ങളായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് 2 ഇതുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. അവർക്ക് രണ്ടൊക്കെ കോമൺ റൂട്ട് ഹാവ് എ കോമൺ റൂട്ട് പ്രൂവ് ദാറ്റ് ദെയർ അൺകോമൺ റൂട്ട്സ് ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. അപ്പം ഇവർക്ക് 2 കോമൺ റൂട്ട്. അപ്പോൾ ഇയാൾ ആൽഫ ബീറ്റ എന്നാണെങ്കിൽ റൂട്ട്സ് ഇയാൾ ഞാൻ പറയും ആൽഫ ഒരു കോമൺ റൂട്ട്, പിന്നെ വേറെ എന്തോ റൂട്ട് ഗാമ. ഓക്കെ, ദെൻ പ്രൂവ് ദാറ്റ് ദെയർ അൺകോമൺ റൂട്ട്സ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ x² + bx + c ദാറ്റ് ഈസ് ഈക്വൽ 0. അടുത്തത് x² + cx + വേറെ എന്തോ സാധനം b ദാറ്റ് ഈസ് ഈക്വൽ 0. ഇവർക്ക് രണ്ടാക്കും ഒരു കോമൺ റൂട്ട്. അപ്പോൾ ഇവരെ ഞാൻ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒബ്വിയസ്ലി ഒരു കോമൺ റൂട്ട് എക്സ്ട്രാ വരും. ഇപ്പോൾ ഞാനൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് എന്താ കിട്ടാൻ, b - c x + c - b ദാറ്റ് ഈസ് ഈക്വൽ 0.
ഇവിടെയും ഒരു കോമൺ റൂട്ട് ഉണ്ടാകും സ്വാഭാവികമായിട്ടും എക്സ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റത്തെ ആ ഒരു റൂട്ട് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ. എക്സ് ഇസിക്കൽ ടു ബി മൈനസ് സി ഡിവൈഡ് ബൈ ബി മൈനസ് സി ആൻഡ് ഇവിടെ പറയുന്നത് ബി നോട്ട് ഈക്വൽ ടു സി എന്ന് കൊടുത്തിന്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങായിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് ഡിഫൈൻഡ് ആണ്. സോ കട്ടാവും. സോ എക്സ് ഇസിക്കൽ ടു 1 എന്ന് കിട്ടും. ഐ മീൻ എക്സ് ഇസിക്കൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഒരു റൂട്ടിൻ്റെ വാല്യൂ ഇതിലൂടെ ഇപ്പോൾ ഞാൻ എക്സിൻ്റെ വാല്യൂ എനിക്ക് കണ്ടെത്തി. ഇവർ 0 എന്ന എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി. ദാറ്റ് മീൻസ് ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് 1 സ്വാഭാവികമായിട്ടും. അപ്പോൾ റൂട്ടിൻ്റെ വാല്യൂ 1 ആണെന്നുള്ള കാര്യം കിട്ടി. ശരി, ഒരു റൂട്ടിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത റൂട്ടിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? നമ്മളോട് പ്രൂവ് ചെയ്യാൻ വെച്ചാൽ ബീറ്റയും ഗാമയും ആ റൂട്ട്സാണ് ഈ പറഞ്ഞ ഫംഗ്ഷന് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഫംഗ്ഷനായിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ബി സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അയാളുടെ റൂട്ട് ഒരാൾ ബീറ്റയും ഒരാൾ ഗാമയാണെന്ന് തെളിയിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷന് നമുക്കറിയാം ഒരു റൂട്ട് 1 ആണ്, അപ്പോൾ അടുത്ത റൂട്ട് 1 ബീറ്റ ആയിരിക്കും. അപ്പം അയാളുടെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്, ഇയാളുടെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഇസിക്കൽ ടു ബീറ്റ ഇൻറ്റു 1 ഇസിക്കൽ ടു നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഇസ് സി. സിയുടെ വാല്യൂ ബീറ്റ എന്നുള്ള കാര്യം കിട്ടി. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ബീറ്റയുടെ വാല്യൂ സി എന്നുള്ള കാര്യം കിട്ടി. അടുത്ത ഞാൻ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് ഗാമ ഇസിക്കൽ ടു ബി എന്നുള്ള കാര്യം കിട്ടി. അപ്പം 2 റൂട്ട്സ് കിട്ടി. ഓക്കെ, ഇനി ഇതാണ് ഈ പറഞ്ഞ ബീറ്റ, ഈ പറഞ്ഞ ഗാമ, അതാണ് ആക്ച്വലി ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ റൂട്ട്സ് എന്ന് തെളിയിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ചെയ്ത് നോക്കും. അന്നേരം എത്ര ബി സി ആണ് കിട്ടുക. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ ബി സി ആണ് കിട്ടാൻ. അതേപോലെ ആഡ് ചെയ്താൽ റൂട്ട്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബി പ്ലസ് സി ആണ് കിട്ടുക. ഓക്കെ, ബിക്കോസ് ആ ബീറ്റയും ഗാമയുടെ വാല്യൂസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബി പ്ലസ് സി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ ഫംഗ്ഷൻ ആയിട്ടുള്ള എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് അല്ല മൈനസ്, ബിക്കോസ് സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബി പ്ലസ് സി ആണ്. അതേപോലെ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബി സി ആണ്, ദാറ്റ് ഈക്വൽ 0. അതാണോ ഈ പറഞ്ഞ ഫംഗ്ഷൻ ചെക്ക് ചെയ്യണം. പക്ഷേ ഓൾമോസ്റ്റ് ശരിയാണ്. പക്ഷേ എക്സിൻ്റെ കോഷ്യനിൽ മാത്രം ബി പ്ലസ് സി എന്നുള്ള കാര്യം കിട്ടും. അപ്പോൾ അതെന്തോ ഒരു തെറ്റ്, എന്തോ ഒരു തരികളുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ പറഞ്ഞ ഫംഗ്ഷനിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1. അപ്പോൾ ആൽഫ 1 ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് 1 ഇക്വേഷൻ. അപ്പം 1 പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ 0. സോ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ ദാറ്റ് ഇവിടുന്ന് ബി പ്ലസ് സിയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ ബി പ്ലസ് സിയുടെ -1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇവിടെ ഒരു എക്സ് ആണ് കേട്ടോ, മൈനസ് പ്ലസ് എക്സ് പ്ലസ് ബി സി എന്ന് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഞാൻ എവിടെ നിന്ന് കണ്ടെത്തിയത്? ആൽഫയും ബീറ്റയുടെയും വാല്യൂ എന്ന് കണ്ടെത്തിയത്. ആൽഫയും ബീറ്റ എന്ന് പറയുന്ന റൂട്ട്സിൻ്റെ വാല്യൂ എന്ന് കണ്ടെത്തിയതാണ്. അപ്പം ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയുള്ളത്. സോ ദാറ്റ്സ് പ്രൂഫ്. അപ്പോൾ നമ്മൾ 3 ഫംഗ്ഷൻസ് ഉണ്ട്, 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ആ 3 ഇക്വേഷൻസിന് എന്താണ്? ഹാവ് എ കോമൺ പോസിറ്റീവ് റൂട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കോമൺ പോസിറ്റീവ് റൂട്ട് ഉണ്ട് പോലും. അപ്പോൾ ഇയാൾക്ക് എന്തോ ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഇയാൾക്കൊരു ആൽഫ ഉണ്ട്, ഒരു ഗാമ ഉണ്ട്, ഇയാൾക്കൊരു ആൽഫ ഉണ്ട്, ഒരു എന്താ പറയുക ഡെൽറ്റ ഉണ്ട് വിചാരിച്ചോ. ശരി, ആൽഫ ഗ്രേറ്റർ ദാൻ 0 ബിക്കോസ് പറഞ്ഞില്ല 3 കോമൺ പോസിറ്റീവ് റൂട്ട്സ് ആണ് കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവർ ആഡോ സബ്ട്രാക്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ വരാൻ? ഞാനൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ 2 ഫംഗ്ഷൻസിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാലും കോമൺ ആയിട്ട് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ ആയിരിക്കും. സോ നമുക്ക് കിട്ടും 2x² പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് 27 = 0. ശരി, എന്തുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന സാധനം കിട്ടി. ഫൈൻ, ഇവിടെയും എ പ്ലസ് ബി എക്സ് ഉണ്ട്. അപ്പം ഞാനതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് x² മാത്രം ബാക്കി കിട്ടും സ്വാഭാവികമായിട്ടും. പിന്നെ അത് മാത്രമല്ല ഇവന് ആൽഫ എന്ന് പറയുന്ന റൂട്ടേ ഉള്ളൂ, ഇവന് ആൽഫയും ബീറ്റയും ഉണ്ട്. പക്ഷേ ഞാൻ ഇവർ രണ്ടാൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർ കോമൺ റൂട്ട്സ് ആൽഫ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇവർ രണ്ടാൾ സബ്ട്രാക്ട് ചെയ്ത് ദാറ്റ് മീൻസ് x² ഇവൻ പോയി. പിന്നെ ബാക്കിയുള്ളത് 27 36 കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -9 ദാറ്റ് ഈസ് ഈക്വൽ 0. സോ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി ആൽഫ ഇസ് ഈക്വൽ ടു +or-3. പക്ഷേ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 3 മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ദേ ഓൾറെഡി സെറ്റ് ദാറ്റ് ആൽഫ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. സോ ആൽഫ 3 എന്നുള്ള കാര്യം കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെയാണെങ്കിൽ കണ്ടെത്താൻ പറയുന്നത് എയുടെയും ബിയുടെയും വാല്യൂ. സോ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 12 അല്ലേ? ഇവിടെ 12, ഇവിടെ ആൽഫയും ബീറ്റയും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ബീറ്റ. സോറി, ഇവൻ്റെയാണ് ബീറ്റ. 3 ഇൻറ്റു ബീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ബീറ്റയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിട്ടും. ബീറ്റയുടെ വാല്യൂ 4 കിട്ടി. ഫൈൻ, ബീറ്റയുടെ വാല്യൂ 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -a ഇസ് ഈക്വൽ ടു എനിക്ക് പറയാൻ പറ്റും 4 + 3 ദാറ്റ് ഈസ് 7. സോ എയുടെ വാല്യൂ -7 എന്ന് പറയാൻ പറ്റും. കാരണം ആൽഫയും ബീറ്റയുടെ വാല്യൂ 3
ബീറ്റയുടെ വാല്യൂ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7, സോ മൈനസ് എ. ഓക്കെ ഫൈൻ, അത് കിട്ടി. എയുടെ വാല്യൂ കിട്ടി. ഇനി ബിയുടെ വാല്യൂ കിട്ടാൻ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് 3 ആണ്. സോ നമുക്ക് പറയുന്നത് 3 ഇൻറ്റു ഗാമ ഇസ് ഈക്വൽ ടു 15, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് 15. സോ ഗാമ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 വരും. 8 ഇസ് ഈക്വൽ ടു സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് മൈനസ് ബി. സോ ബി ഇസ് ഈക്വൽ ടു -8 കിട്ടും. സോ -7ഉം -8ഉം ആണ് ഉത്തരം. ഓക്കെ. ഈ പറഞ്ഞ ഇക്വേഷനും ഹാവ് 2 റൂട്ട്സ് കോമൺ, ദെൻ ദ വാല്യൂ ഓഫ് പി ഈസ്. അപ്പം ഇവിടെ നിന്ന് എനിക്കൊരു ആദ്യം ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ്, ഇതിനെ അങ്ങനെയെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയാൽ നല്ലതായിരുന്നു. ഞാനൊരു എക്സ് കാരണം കോമൺ എടുക്കുകയാണ്. സോ എക്സ് മൈനസ് അല്ല പ്ലസ് 1 കറക്റ്റ്. ഓക്കെ, അതായത് ഇവിടുന്ന് ഒരു -4 കോമൺ എടുക്കാം. ഇത് മൈനസ് കൊണ്ട് വന്നിട്ടുണ്ടോ? സോ എക്സ് പ്ലസ് 1 വരും. സോ എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് plus 1 that is equal to 0, and we could say that x minus 2 x plus 2 and x plus 1 that is equal to 0. So x can either be 2 minus 2 minus 1. ഇത്രയും സൊല്യൂഷൻസ് ഉണ്ട് ഫസ്റ്റത്തേന്. ഇനി പറയാന്ന് വെച്ചാൽ ഇവർക്കും കോമൺ ആയിട്ട് 2 സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ദാറ്റ് മീൻസ് ഇവർക്ക് എന്തോ ആൽഫ ബീറ്റ എന്തുകൊണ്ട് ഇവർക്ക് ആൽഫ ബീറ്റ പക്ഷേ ഗാമ ഉണ്ട്. അപ്പം 2 സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവരുടെ 2 കോമൺ സൊല്യൂഷൻസ് ആയിട്ടുള്ളത് മേ ബി 2ഉം -2 ആവാം. അപ്പോൾ ഓരോ കേസസ് എടുക്കണം. ഒന്നാമത്തെ കേസ്, ഇഫ് 2 and -2 ആർ ദി കോമൺ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ദിസ് ഗൈ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കിട്ടും, 2 and -2 അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ഈസ് ഒബ്വിയസ്ലി -4 ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 2p and p is equal to -2. p is equal to -2 ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ -p. ഇത്ര സം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാം? 0 കിട്ടും. p is equal to 0. അപ്പോൾ 2 വാല്യൂസ് കിട്ടുന്നു പിയുടെ. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബ്സർവ്ഡ്. സോ കേസ് 1 ഈസ് ടെർമിനേറ്റഡ്. കേസ് 2 ആണെങ്കിൽ ഒന്ന് 2 - 2 ആണ് അഥവാ വിചാരിച്ച്. ഇനി അടുത്ത 2 - 1 ഏത് 2 റൂട്ട്സും അവ കോമൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് 2 - 1 നോക്കും. അങ്ങനെ 2 - 1 നോക്കുന്ന സമയത്തും ഇത് സെലക്ട് ആണ്, ഇത് കറക്റ്റാണ് വരുന്നത്. കാരണം നിങ്ങൾ ജസ്റ്റും സം ഓഫ് ദി റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സും അപ്ലൈ ചെയ്താൽ കിട്ടും. കേസ് 3 1 ടെർമിനേറ്റ് ആവും. കാരണം പിയുടെ 2 വാല്യൂസ് കിട്ടുന്നില്ല. അന്നേരം നമുക്ക് ലാസ്റ്റ് കിട്ടും ഉത്തരം വളരെ സിമ്പിളായിട്ട്. അടുത്ത ഇയാൾക്കും എന്താണ് 3 റൂട്ട്സ് ഉണ്ട്. അവർക്ക് 2 റൂട്ട്സ് കോമൺ ഉണ്ട്. ശരി, ദർ അൺകോമൺ റൂട്ട്സ് ആർ ദി റൂട്ട്സ്. ഓക്കെ, ഇഫ് ദർ അൺകോമൺ റൂട്ട്സ് ആർ ദി റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പോൾ 2 ഇക്വേഷൻ എഴുതി നമ്മൾ. ഇവർക്ക് ആൽഫ ബീറ്റ കോമൺ ഉണ്ട്. പക്ഷേ ഗാമയും ഡെൽറ്റയും ഡിഫറെൻറ്റ്. 3 ഉണ്ടെങ്കിൽ 2 കോമൺ ആണ് റൂട്ട്സ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൽഫ ബീറ്റ തന്നെയായിരിക്കും ഇവർക്ക് ഇത് ഉണ്ടാവുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തപ്പം കംപ്ലീറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടാൻ? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് ആൽഫ അല്ല, ഇവിടെ നിന്ന് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കിട്ടിയതാ. സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് 0 ഇസ് ഈക്വൽ ടു വി കെൻ സേ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ എന്ന് പറയാൻ പറ്റും. അത് പറയുന്നതിന് മുമ്പേ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈക്വൽ 0. ഇനി ആൽഫ പ്ലസ് ബീറ്റ 0 ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് സം ഓഫ് ദി റൂട്ട്സ് കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്ര വരാം? S1 എന്നല്ല, ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 3 ഇതുണ്ടല്ലോ. അത് S1 എന്ന് വരാൻ. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -4. സോ -4 ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് 0 പ്ലസ് ഗാമ. സോ ഗാമ ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ -4. ഗാമയുടെ വാല്യൂ -4 കിട്ടിയിട്ടുണ്ട്. ഡൺ. പിന്നെ ഉള്ളത് ഗാമയുടെ വാല്യൂ -4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ഡെൽറ്റയുടെ വാല്യൂ സ്വാഭാവികമായിട്ട് ഇതേപോലെ തന്നെ നടത്താം. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ പ്ലസ് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു -6. സോ അതിൻ്റെ വാല്യൂ 0 ആണ് ആൽഫ പ്ലസ് ബീറ്റയുടെ. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ ഈസ് ഈക്വൽ ടു -6. സോ ഡെൽറ്റയുടെ വാല്യൂ കിട്ടി. ഇവിടെ നമുക്ക് അറിയാത്ത റൂട്ട്സിൻ്റെ വാല്യൂ കിട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഗാമയും ദാറ്റ് ഈസ് -4ഉം പിന്നെ ഡെൽറ്റയും -6ഉം ആണ് പോലും. അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 24 വരിക. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 24 ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 8c ആൻഡ് c ഈസ് ഈക്വൽ ടു 3 പ്രോബബ്ലി. ഓക്കെ, and അതേപോലെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര 2a -2a ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് -10. സോ എ ഈസ് ഈക്വൽ ടു 5 എന്നൊക്കെ വരും. ആൻഡ് ഐ കുഡ് സേ 5 + c. സോ a + c ഈസ് ഈക്വൽ ടു 8 വരുന്നുണ്ട്. കറക്റ്റായിട്ട് വരുന്നുണ്ട്. a + c ഈസ് ഈക്വൽ ടു 8 വരുന്നുണ്ട്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് ഗാമയുടെയും അപ്പോൾ ക്യൂടെയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ക്യൂടെയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആൽഫ ബീറ്റ, നമ്മൾ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കണ്ടെത്തിയുള്ളൂ. ആൽഫ ബീറ്റ എന്നുള്ള സാധനത്തിൻ്റെ വാല്യൂ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഇങ്ങനെ കണ്ടെത്താൻ
സോറി ആൽഫ ബീറ്റയുടെ വാല്യൂ ഇനി ആൽഫ ബീറ്റയുടെ വാല്യൂ കണ്ടെത്തേണ്ട വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ആൽഫ ബീറ്റ ഗാമേൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയതാണ്. ഇവിടെ നിന്ന് എനിക്ക് എന്താ പറയാൻ പറ്റും, മൂന്നിൻ്റെ സമ്മ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി എന്താ നമ്മൾ പറയുക മൈനസ് ക്യൂ എന്നല്ല S3 വരാം, റൈറ്റ്. S3 എന്ന് പറഞ്ഞാൽ അത് മൈനസ് ക്യൂ വരും. മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ ആൽഫ ബീറ്റ ആൻഡ് ഗാമയുടെ വാല്യൂ നമുക്കറിയാം. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ മാത്രമേ അറിയാം. അപ്പം ഗാമേൻ്റെ വാല്യൂ നമുക്ക് അറിയുള്ളൂ. ഗാമയുടെ വാല്യൂ എത്രയായിരുന്നു, -4 ആയിരുന്നു. സോ -4 ഇവിടെ നിന്നിട്ട് ആൽഫ ബീറ്റ ഗാമ ഞാൻ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. ഇതുപോലെ ആൽഫ ബീറ്റ ഗാമ മൈനസ് ക്യൂ എന്ന് ഇടുന്ന് കിട്ടും. മറ്റേ ഇക്വേഷൻ ആൽഫ ബീറ്റ മൈനസ് ഗാമ ഇത് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വെറും ഗാമയും ഡെൽറ്റയും മാത്രമേ ഉള്ളൂ. സോ ഗാമ ബൈ ഡെൽറ്റ ഇസ് ഈക്വൽ ടു -q/-6. പിന്നെ ഗാമയുടെ വാല്യൂ അറിയാം, ഡെൽറ്റയുടെ വാല്യൂ അറിയാം. സിമ്പിളായിട്ട് ഇവിടെ നിന്നുള്ള ഏത് റിലേഷനെ കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇയാളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ് ഇയാൾ. ദിസ് ഗൈസ് ഇയാളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ് ഇയാൾ. ദാറ്റ് മീൻസ് ഇയാളുടെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഫാക്ടറാണ് ഇയാളെന്ന് പറയാൻ പറ്റും. ഇയാളുടെ ഫാക്ടർ ആണെങ്കിൽ ഇയാൾക്കും എന്തൊരു കോമൺ റൂട്ട്സ് ഉണ്ടാവുന്ന കാര്യം ഒബ്വിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇതേപോലെ 2 കോമൺ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് A+Bയുടെ വാല്യൂ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനങ്ങോട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, കാരണം ഈ x³ അങ്ങോട്ട് ഒഴിവായി കിട്ടി. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x³ കൊണ്ട് കിട്ടി. അപ്പം ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ഫൈൻ, ഈ ടേം കിട്ടിയിട്ട് ഉപയോഗമില്ല, കാരണം AB-യുടെ ഉപയോഗങ്ങൾ വരണം അല്ലേ. അപ്പം അത് നമ്മൾ ഇവിടെ നിന്ന് മൈനസ് ചെയ്യും. ഇനി ഈ പറഞ്ഞ ടേംസ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടേംസിന് ആൽഫയുണ്ട് ബീറ്റയുണ്ട്. കാരണം ഇവർ രണ്ടാൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടാൾ കോമൺ റൂട്ട്സ് ആയിരിക്കും ഈ പറഞ്ഞ ടേമിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ. ഇനി ഇവർക്ക് രണ്ടാൾക്കും കോമൺ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റും ഇവരുടെ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കും. സോ കോഎഫിഷ്യൻസ് റേഷ്യോ സെയിം ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരങ്ങൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. എയുടെയും ബിയുടെ വാല്യൂ ആഡ് ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ദിവസം വെച്ചാൽ ഇവർക്ക് രണ്ടാക്കും എക്സാക്ട്ലി 1 റൂട്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഞാൻ ഉദ്ദേശിച്ചാൽ ഇവർ രണ്ടാളും KX², ഇവർക്ക് ആൽഫ ഉണ്ട്, ഇവർക്ക് ബീറ്റ ഉണ്ട്, ഇവർക്ക് ആൽഫ ഉണ്ട്, ഇവർക്ക് ഗാമ ഉണ്ട്. അപ്പോൾ രണ്ടാളും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ KX² അങ്ങോട്ട് ഒഴിവായി കിട്ടും. പിന്നെ ബാക്കി x മാത്രമേ വരത്തുള്ളൂ, റൈറ്റ്. ഇവിടെ നിന്ന് ഇത് മൈനസ് ഇത്, ഈ പറഞ്ഞ ഫംഗ്ഷൻ മൈനസ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ദാറ്റ് ഈസ് k-1x പ്ലസ് 1 - k ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് x is equal to 1 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 1, ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു 1 ആണ്, ആൽഫ 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആൽഫ 1 ആണ്. അപ്പോൾ എനിക്ക് ഗാമയുടെ വാല്യൂ കിട്ടണം എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും, റൈറ്റ്. അതേപോലെ ആൽഫ ഇവിടുത്തെ ഒരു ആൽഫിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വി ക്യാൻ സേ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഒരു ആൽഫ അതിൻ്റെ വാല്യൂ 1 ആണ്. ശരി, അപ്പോൾ ഇവിടെ ഒരു ആൽഫയുടെ വാല്യൂ 1, ഇവിടെ ഒരു കോമൺ റൂട്ട് 1 ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക, k പ്ലസ് k ദാറ്റ് ഈസ് ഈക്വൽ -1. സോ ഐ കുഡ് സേ k ഇസ് ഈക്വൽ ടു -1/2. അപ്പോൾ കെയുടെ വാല്യൂ ഐദർ 1/2 ആവാം. ഓക്കെ, അതേപോലെ ഇവിടെ ഞാൻ കേക്ക് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പം k പ്ലസ് k is equal to -1. സോ ഇവിടുന്ന് -1/2 തന്നെയാണ് കിട്ടാൻ. ശരി, അപ്പോൾ ഇവിടുന്ന് 2 വാല്യൂസ് -1/2 കിട്ടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കെയുടെ വാല്യൂ -1/2 മാത്രമേ ആവാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2ഉം -1/2ഉം 1 എന്ന് പറഞ്ഞ വാല്യൂയും കിട്ടും. പക്ഷേ 1 എന്ന് പറഞ്ഞ വാല്യൂ കെയുടെ എപ്പോഴാണ് വരുന്നത്, കെയുടെ വാല്യൂ 1 ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ഇപ്പോൾ കെയുടെ വാല്യൂ 1, അപ്പം 1 പ്ലസ് കെയുടെ വാല്യൂ ജസ്റ്റ് എന്താ ഇതിൻ്റെ കോഎഫിഷ്യൻസ് റേഷ്യോ വെച്ച് നമുക്ക് കെയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് കെയുടെ വാല്യൂ 1 സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കെക്ക് 2 കോമൺ റൂട്ട്സ് ഉണ്ട്. ഈ പറഞ്ഞ 2 ഇക്വേഷൻ 2 കോമൺ റൂട്ട്സ് ഉണ്ട്. പക്ഷേ ഒരു കോമൺ റൂട്ട് എന്ന് ഓൺലി 1 എന്ന രീതിയിൽ പറയുന്നില്ല, എക്സാക്ട്ലി 1. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഇതാ AB ബിലോങ്സ് ടു R. ഈ ഒരു ഇക്വേഷൻ ഉണ്ട് ആസ് എ റിപ്പീറ്റഡ് റൂട്ട് ആൽഫ. ഫൈൻ, അപ്പോൾ ഇവനക്കൊരു റിപ്പീറ്റഡ് റൂട്ട് ആയിട്ടുള്ള ആൽഫ ഉണ്ട് വിച്ച് ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x². ഗുഡ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷന് ഒരു റൂട്ടുണ്ട് ആൽഫ, മറ്റേ റൂട്ടും ആൽഫ. രണ്ടാമത്തെ ഇക്വേഷൻ ഒരു കോമൺ റൂട്ട് ആൽഫ ഉണ്ട്, പക്ഷേ വേറൊരു കോമൺ അല്ലാത്ത റൂട്ട് ബീറ്റ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്
beta is the other root of the equation, then alpha square plus beta square is equal to. ഓക്കെ, എന്താ പരിപാടി? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ആൽഫയാണല്ലോ, അപ്പോൾ ഞാൻ ആൽഫ ഇൻറ്റു ആൽഫ ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ, ബിക്കോസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 5/a ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ. അത് ആൽഫ ബീറ്റ എന്നാൽ അത് 2 ആൽഫ തന്നെയല്ലേ വരാം, ബിക്കോസ് ഇവിടെ രണ്ടും സെയിം തന്നെയാണ്. 2 ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 2/a ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു, സോറി ഇത് 2 അല്ല, ബി ഉണ്ട്, അപ്പം ഇത് 2b ഉണ്ട്. സോ b/a, ആൽഫയുടെ വാല്യൂ b/a കിട്ടിയിട്ടുണ്ട്. ശരി, ഇനി ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടാൻ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടെത്താൻ പറ്റും. ആൽഫയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ നമുക്ക് കിട്ടും ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ -2 അല്ല +2b. ആൽഫയുടെ വാല്യൂ b/a ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കിട്ടി. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടേം കിട്ടില്ല, കാരണം നമ്മൾ എപ്പോഴും എയിം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടാൽ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 4b ഹോൾ സ്ക്വയർ എന്നുള്ള സംഭവം കിട്ടും. അങ്ങനെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4b സ്ക്വയർ -2 ആൽഫ ബീറ്റ. ഇനി ആൽഫ ബീറ്റയുടെ വാല്യൂ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കിട്ടും, ദാറ്റ് ഈസ് 10. സോ 4b സ്ക്വയർ -10 ദാറ്റ് ഈസ് 20, റൈറ്റ്? -10 ആണോ? -10 ആണ്, അതുകൊണ്ട് ഇത് +10 ആവും, +20 ആവും. ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി ബിയുടെ വാല്യൂ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ എങ്ങനെയെങ്കിലും കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കിട്ടും, ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ആൽഫയുടെ വാല്യൂ 5/b എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശരി, അപ്പോൾ ഇനി ബിയുടെ വാല്യൂസ്, അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ നിന്ന് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അറിയാം. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ ആൽഫ ഈസ് ഈക്വൽ ടു 5/b. സോ ആൽഫ 5/b ആണ്. പ്ലസ് ബീറ്റയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടും, അതല്ലെങ്കിൽ എന്താ ബീറ്റയുടെ വാല്യൂ എങ്ങനെ കിട്ടുക? ഇത് 2b ആണ് കേട്ടോ, 2b അല്ലേ? കറക്റ്റാണ്. ബീറ്റയുടെ വാല്യൂ എങ്ങനെയെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -10 ആൽഫയാണ് ബീറ്റ. അങ്ങനെ ആകുമ്പോൾ ഇത് 5/b ആണെങ്കിൽ -10 ഡിവൈഡ് ബൈ ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് 5b, ഇത് ക്യാൻസലായി 2b ആവും. അപ്പോൾ ബീറ്റയുടെ വാല്യൂ 2b എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. എത്ര? -2b. സോ -2b ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ b. ഇവിടെ വെറും b മാത്രമേ ഉള്ളൂ. അപ്പോൾ b സ്ക്വയറിൻ്റെ വാല്യൂ ഞാൻ അടുത്ത കംപ്ലീറ്റ് ഇക്വേഷനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 5 പ്ലസ് -2b സ്ക്വയർ ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ ആൻഡ് 4b സ്ക്വയർ ഇസ് ഈക്വൽ ടു 5. സോ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/4. b സ്ക്വയറിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ ആവശ്യം, കാരണം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. സോ 4 × 5/4 ക്യാൻസൽ. സോ ഐ ഗോട്ട് 25 ആണ് ഉത്തരം. ഓക്കെ, ഇതൊരു നല്ലൊരു കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല പിന്നെ കുറേ ചിന്തിപ്പിക്കുന്നുണ്ട്, കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് പല ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ ഇൻഫോർമേഷൻസ് എവിടെ അപ്ലൈ ചെയ്യണോ അതിലാണ് ശരിക്കും കഴിവേണ്ടത്. അപ്പോൾ അത് നമ്മൾ കുറേ പ്രാവശ്യം ചിന്തിക്കണം, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇക്വേഷൻസ് കിട്ടി, ആ ഇക്വേഷൻസ് മെയിൻ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, എന്താ സം ഓഫ് ദി റൂട്ട്സ്, പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്, ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവിടെ വെക്കുക ഒരു സൈഡിൽ. എപ്പോഴാണ് ആവശ്യം വരുന്നത്, പിന്നെ നമ്മുടെ മെയിൻ ഗോൾ എന്താണ് കണ്ടെത്തേണ്ടത്, അത് വെച്ചിട്ട് അതെങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അതിൽ കിട്ടുക സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ആ സംഭവം കിട്ടിയപ്പോൾ സ്ക്വയർ ചെയ്തപ്പോൾ അങ്ങനെ കുറച്ച് വാല്യൂസ് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ബി സ്ക്വയറിൻ്റെ വാല്യൂ എങ്ങനെയെങ്കിലും വേണം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള ഇക്വേഷന് ആൽഫയുടെ വാല്യൂ ബീൻ്റെ ടേംസിലല്ല, പക്ഷേ ബീറ്റയുടെ വാല്യൂ ബിയുടെ ടേംസിൽ അറിയില്ല. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എങ്ങനെയെങ്കിലും ബിയുടെ ടേംസിലായി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഇക്വേഷൻ ബിയുടെ ടേംസിലാവും. അപ്പോൾ ബി സ്ക്വയർ കണ്ടെത്താൻ വളരെ സിമ്പിളായിരിക്കും. ആ രീതിയിൽ ചിന്തിക്കണം. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ റൂട്ട്സ് നമ്മളിത് ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എ ബി സി അത് റാഷണൽസ് ആണ്. അതേപോലെ d > 0 ആൻഡ് ഓൾസോ d ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളെ റൂട്ട്സ് എന്ന് പറയാം, ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു റാഷണൽ ആയിരിക്കും. ഇനി A1 B C ഇൻറ്റീജർ ആണ്, പിന്നെ d > 0 d പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മളെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് ദി റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x സ്ക്വയർ ആർ റാഷണൽ and belongs to rational, the values of n and n1 are. ഓക്കെ, വാല്യൂസ് ഓഫ് n ആർ n1 ഉം n2. അപ്പോൾ n1 ഉം n2 എന്നുള്ള വാല്യൂസിലാണ് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്താവുന്നത്, റാഷണൽ ആവുന്നത്. ഇപ്പോൾ റാഷണൽ ആണ് നമുക്കൊരു കാര്യം, ഡിസ്ക്രിമിനൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പോരായിട്ട് ബാക്കിയുള്ളതെല്ലാം
ഇവൻ ഇൻറ്റീജറാണ്, ഇവൻ ഇൻറ്റീജറാണ്. സോ എ ബി സി എന്ന സാധനം റാഷണലാണ്. ഇൻറ്റീജർ മീൻസ് റാഷണൽ. ബസ് എന്താണ് എൻ ഇൻറ്റീജറാണ്, ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കളി കളിക്കാം. ബി സ്ക്വയർ മൈനസ് 4 ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ. അപ്പോൾ ഞാൻ പറയും ഇവിടെ ബി സ്ക്വയർ എന്നാൽ 2n+18. സോ 2n+18 വേറെ എന്തെങ്കിലും ഉണ്ടോ? 18 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു AC. സോ മൈനസ് എന്താ പ്ലസ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് എന്ത് ചെയ്യും, 4 വേണം. ഒരു മിനിറ്റ്, ഈ ബ്രാക്കറ്റിന് മുമ്പേ ഒരു 4 ഉണ്ട്. പിന്നെ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, n+11 എന്ന രീതിയിൽ എഴുതും. n+11 എന്ന രീതിയിലാവും. ദാറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഞാൻ പറയും പെർഫെക്റ്റ് സ്ക്വയർ എന്ന് തൽക്കാലം m എന്ന് പറയുകയാണ്. m സ്ക്വയർ എന്ന രീതിയിലാവണം. ഓക്കെ, ആൻഡ് m ബിലോങ്സ് ടു ഹോൾ നമ്പർ. ബിക്കോസ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ ആയിട്ട് വരണം, റൈറ്റ്? 0 ആവാം, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ഹോൾ നമ്പർ ഇൻക്ലൂഡ് ചെയ്തത്. അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം 2n ഹോൾ സ്ക്വയർ, നമുക്ക് ഈ ഒരു 76n ഞാനൊരു രീതിയിൽ എഴുതി. നമുക്ക് a+b ഹോൾ സ്ക്വയർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 × 19n അപ്പോൾ 19 ഹോൾ സ്ക്വയർ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോൾ അത് മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലസ് ഈ പറഞ്ഞ സാധനം ഉണ്ട്. അത് നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ 2n+19 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് 19 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പം ഈ m സ്ക്വയറിനെ എങ്ങോട്ട് കൊണ്ടുവരാം, ഇസിക്കൽ ടു നമുക്ക് പറയാൻ പറ്റും -7. കാരണം 19 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു 361 ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്ത ഇതിൽ വരും. അപ്പോൾ നോക്കിക്കും, ഇവിടുന്ന് 2n+19 മൈനസ് m 2n+19 പ്ലസ് m ദാറ്റ് ഈസ് ഈക്വൽ ടു -7. നമുക്കറിയാം ഇവരെല്ലാം ഇൻറ്റീജേഴ്സ് എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. കാരണം n എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്, സോറി m എന്ന് പറഞ്ഞാൽ അതും സ്വാഭാവികമായിട്ടും ഇൻറ്റീജറാണ്. അപ്പോൾ ഇവരൊക്കെ ഇൻറ്റീജേഴ്സ് ആണെന്ന് കാര്യം അറിയാം. ഇനി രണ്ട് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് -7. സോ ചെറിയ നമ്പർ ഡെഫിനറ്റ്ലി ഇയാളായിരിക്കും. ഒരു ഇൻറ്റീജർ എന്ന ഒരു ഹോൾ നമ്പർ ചെറുതാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഇയാളായിരിക്കും ചെറിയ നമ്പർ, ഇയാളാണ് സ്മോളസ്റ്റ് നമ്പർ. എന്ത് ചെയ്യും, അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇവനെ ഞാൻ -7 എന്ന് വിളിക്കാം, ഇവനെ 1 എന്ന് വിളിക്കാം. ഫൈൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവനെ -1 എന്ന് വിളിക്കാം, ഇവനെ 7 എന്ന് വിളിക്കാം. അങ്ങനെ ഐ കുഡ് സേ ദാറ്റ് ഇവിടുന്ന് കിട്ടും 2n+19 മൈനസ് m is equal to -7 and 2n+19 plus m is equal to 1. If I add this, 4n plus 19 38 is equal to -6. 4n is equal to -44. So n is equal to -11. ഇനി അടുത്ത ഈ കണ്ടീഷൻ നോക്കാം. ദാറ്റ് മീൻസ് 2n+19 മൈനസ് m ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആൻഡ് 2n+19 പ്ലസ് m ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ആൻഡ് ഇഫ് ഐ ആഡ് ദിസ് 4n+38 is equal to 6 and 4n that is equal to -32. n is equal to -8. എന്നിൻ്റെ വാല്യൂ ഐദർ ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാം, -11 -8 -11 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 3. അതിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ 3 ആണ് കിട്ടുക. സോ ദിസ് ഇസ് കറക്റ്റ്. ഇനി n1 ഹോൾ സ്ക്വയർ പ്ലസ് n2 ഹോൾ സ്ക്വയർ അത് നോർമലായിട്ട് ചെയ്ത് നോക്ക്. 8 സ്ക്വയർ ദാറ്റ് ഈസ് 64 പ്ലസ് 121 എത്ര കിട്ടാൻ, അത് ഒബ്വിയസ്ലി 185 കിട്ടും. 185 കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. ഇതും സെയിം മെത്തേഡ് തന്നെയാണ്. b² - 4ac സെയിം മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം തന്നെയാണ്. അപ്പോൾ അത് ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് തന്നെ വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. ഓക്കെ.